മേഘങ്ങൾ മലനിരകളെ ചുംബിക്കുന്നൊരിടം, മഞ്ഞുതുള്ളികൾ തേയില ഇലകളിൽ മുത്തമിടുന്ന പുലരികൾ. പ്രകൃതി അതിൻ്റെ എല്ലാ വർണ്ണങ്ങളും ചാലിച്ചെഴുതിയ പച്ചപ്പിൻ്റെ മഹാത്ഭുതങ്ങളിലേക്ക് സ്വാഗതം. ഇത് മൂന്നാറാണ്. മൂന്നാറിൻ്റെ പൊൻപുലരികളെ തൊട്ടുണർത്തുന്നത് വല്ലാത്തൊരാനന്ദമാണ്. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന്, ആ ബഹളങ്ങളിൽ നിന്ന് കുറച്ചു ദൂരം മാറി ഈ കാറ്റിനും തണുപ്പിനും പറയാനുള്ളത് പ്രകൃതിയുടെ സംഗീതമാണ്. നമ്മളിന്ന് മൂന്നാറിലെ മലനിരകളിലൂടെ ഒഴുകുകയാണ്, ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഈ പച്ചപ്പും കുളിരും ആവോളം ആസ്വദിക്കാൻ വേണ്ടി. കന്നിയാറ്, കന്നിമലയാറ്, നല്ല തണ്ണി എന്നീ 3 നദികൾ സംഗമിക്കുന്ന ഇടമായതിനാലാണ് ഈ സ്ഥലത്തിന് മൂന്നാർ എന്ന പേര് ലഭിച്ചത്. മുമ്പ് മുതുവാൻ ഗോത്രവർഗ്ഗക്കാരുടെ ആവാസ കേന്ദ്രമായിരുന്നു മൂന്നാർ. മൂന്നാറിൻ്റെ മറ്റൊരു ദൃശ്യമനോഹര വിരുന്നുകാരിയാണ് കുണ്ടള ഡാം. ചരിത്രവും പ്രകൃതിയും ഒത്തുചേരുന്ന ഒരു സുന്ദര പ്രവിശ്യയാണിത്. 1946 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ഡാം ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാമുകളിൽ ഒന്നാണ്. കേരളത്തിൻ്റെ പച്ചക്കറിത്തോട്ടം എന്നറിയപ്പെടുന്ന പച്ചപ്പിൻ്റെ മറ്റൊരു ലോകമായ വട്ടവടയിലേക്കുള്ള യാത്രയാണ് മൂന്നാറിൻ്റെ മനോഹര വിസ്മയം തീർത്ത മറ്റൊരു അവിസ്മരണീയ അനുഭവം. മൂന്നാറിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ ദൂരമുള്ള ഈ യാത്ര പ്രകൃതി ഒരുക്കിയ വിസ്മയമാണ്. വഴിയോരങ്ങളിൽ ആകാശമുട്ടെ വളർന്നു നിൽക്കുന്ന പൈൻ മരങ്ങളും കാറ്റിലാടുന്ന യൂക്കാലിപ്സ് മരങ്ങളും നമ്മെ മറ്റൊരു രാജ്യത്തിലെത്തിച്ച പ്രതീതിയിലാക്കും. വട്ടവട റൂട്ടിൻ്റെ പ്രത്യേകത അതിൻ്റെ ശാന്തതയാണ്. മാട്ടുപ്പെട്ടി ഡാം കടന്ന് കാടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ജനത്തിരക്കുകൾ ഒഴിയുകയും പ്രകൃതിയുടെ ശബ്ദങ്ങൾ മാത്രം ബാക്കിയാവുകയും ചെയ്യും. ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടാനകളെയും മലയണ്ണാനുകളെയും കാട്ടുപോത്തുകളെയും ഈ വഴിയിൽ നമുക്ക് കാണാം. കോടമഞ്ഞ് കണ്ണുപൊത്തിക്കളി നടത്തുന്ന ഈ വളവുകൾ താണ്ടി നമ്മൾ ചെല്ലുന്നത് സ്ട്രോബെറികളും മറ്റും വിളയുന്ന ആ സുന്ദര ഗ്രാമത്തിലേക്കാണ്. മൂന്നാറിൽ നിന്നും 7-8 കിലോമീറ്റർ മാറി പ്രകൃതി അതിൻ്റെ പച്ചപ്പ് വാരി വിതറിയ മറ്റൊരു സുന്ദരമായ സ്ഥലമാണ് ദേവികുളം. മൂന്നാറിലേക്ക് വരുന്നവർ പലപ്പോഴും കാണാതെ പോകുന്ന, എന്നാൽ കണ്ടിരിക്കേണ്ട ഒരു മനോഹര ലൊക്കേഷൻ. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ പച്ചപ്പും അതിന് നടുവിലൂടെ ഒഴുകുന്ന ഈ ചെറിയ അരുവിയും പശ്ചാത്തലത്തിൽ ആകാശമുട്ട നിൽക്കുന്ന യുക്കാലിപ്സ് മരങ്ങളും ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന മണ്ണാണിത്. സീതാദേവി കുളിക്കാനിറങ്ങിയ തടാകം ഇവിടെ അടുത്താണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ദേവികുളം എന്ന് പേര് വന്നതത്രേ. മഞ്ഞും കുളിരും മലനിരകളും നമ്മെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് മാടി വിളിക്കുന്നത് പോലെ തോന്നും. മൂന്നാറിലെ ഓരോ നിമിഷവും അത്രയും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ദൃശ്യമനോഹര വിരുന്ന് ഇവിടെ അവസാനിക്കുകയാണ്. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. മറ്റൊരു മനോഹര വഴിയിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.